നമസ്കാരം സ്നേഹ നമസ്കാരം. കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു PV അൻവർ, KT ജലീല്, കാരാട്ട് റസാക്ക്, ഇങ്ങനെ കുറെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ജിഹാദി MLA മാർ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഇവരുടെ ഒരുപാട് പത്രസമ്മേളനങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതും അതിഭീകരമായ രീതിയിലേക്ക് ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച ഇവിടുത്തെ എല്ലാ സകലമാന ഗുണ്ടായിസം കാട്ടി നടന്ന ഒരു MLA, അങ്ങനെ അയാൾ MLA ആയി മാറുന്നു. വെറും ഒരു PV അൻവർ ആയിരുന്നവൻ MLA ആയി മാറുന്നു. ആ MLA കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, പിണറായി വിജയൻ എന്ന് പറയുന്ന പോലീസ് മന്ത്രി, ആഭ്യന്തര മന്ത്രി, അയാളുടെ കീഴിലുള്ള പോലീസ് സേനയെ കുറിച്ച് ഇത്ര കണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം, അതല്ലെങ്കിൽ അതിന്റെ ആ ഓഡിയോ റെക്കോർഡ് സഹിതം ഒരുപാട് എവിഡൻസ് സഹിതം ഇങ്ങനെ പറയുമ്പോഴും അതിങ്ങനെ എയറിൽ നിൽക്കുകയാണ്. അത് വിഴുങ്ങിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇറക്കി കൊടുക്കുന്ന ക്യാപ്സൂൾ വിഴുങ്ങി നിൽക്കുന്ന മലയാളികൾ ഇങ്ങനെ മന്ദന്മാരായിട്ട് അന്തം കമ്പികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്നു. ആ ഒരു അവസ്ഥയിൽ കൃത്യമായിട്ടും UDF എന്ന് പറയുന്ന സംവിധാനത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, ഈ മുസ്ലിം ലീഗിന്റെ ചരിത്രം നമ്മൾ ചെറുതായിട്ട് ഒരു 10 സെക്കൻഡെങ്കിലും കൊണ്ട് പറയേണ്ടതുണ്ട്. നോക്കൂ, ഭാരതം വെട്ടിമുറിക്കുന്ന സമയത്തുണ്ടായിരുന്ന പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ലീഗ് ഉണ്ടല്ലോ, അവിടത്തെ ലീഗ്, ആ ലീഗുമായിട്ട് ആ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന ആ ഒരു ലീഗ് തന്നെയാണ് ഞമ്മന്റെ ഇവിടുത്തെ മതേതര മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ ആ മുസ്ലിം ലീഗിന്റെ കൊടിയുടെ പ്രത്യേകത? ആ മുസ്ലിം ലീഗിന്റെ കൊടി ഒന്ന് നോക്കുക, എന്നിട്ട് പാകിസ്ഥാൻ പതാക ഒന്ന് നോക്കുക, അപ്പോൾ മനസ്സിലാവും അതിലെ വ്യത്യാസം. അതുകൊണ്ട് ഇവർക്ക് കൂറ് എവിടെയാണെന്നും ഇവരുടെ ചോറ് എവിടെയാണെന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ മുസ്ലിം ലീഗിന്റെ ഈ KT ജലീൽ അടക്കമുള്ള, PV അൻവർ അടക്കമുള്ള, കാരാട്ട് റസാഖ് അടക്കമുള്ള ഈ ജിഹാദി മന്ത്രിമാരും MLA മാരും അടക്കമുള്ള ആളുകളെ ഇതിലേക്ക് ഇറക്കി വിട്ടതിന് മുൻ മന്ത്രിയായിരുന്നല്ലോ നമ്മുടെ KT ജലീല്. ഈ മുൻമന്ത്രിയായിരുന്ന KT ജലീലിന്റെ മുൻ സംഘടന ഏതായിരുന്നു അറിയാമോ? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നിരോധനം ഏർപ്പെടുത്തിയ സിമി എന്ന് പറയുന്ന രാജ്യദ്രോഹി സംഘടനയിൽ പ്രവർത്തിച്ചവനായിരുന്നു ഈ KT ജലീൽ. പിന്നെയോ രാജ്യദ്രോഹ സംഘടന നിരോധിക്കപ്പെട്ടു. ആരാ നിരോധിച്ചത്? RSS അല്ല, പിന്നെയോ BJP അല്ല, പിന്നെയോ ഈ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോഴാണ് നിരോധിച്ചത്. അങ്ങനെ അതിൽ നിന്ന് നേരെ മേലെ ലീഗിലേക്ക് ചാടി. പിന്നെയോ ലീഗിൽ നിന്ന് പറഞ്ഞു, മോനെ നീ ലീഗിലല്ല നിൽക്കേണ്ടത്, നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മെല്ലെ ഇങ്ങനെ ഞൂണ്ട് കയറി, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾക്ക് രാജ്യദ്രോഹം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞമ്മന്റെ KT ജലീൽ മെല്ലെ ഒറ്റച്ചാട്ടം അങ്ങോട്ട് CPM-ലേക്ക്. അത്തരത്തിൽ സിമി എന്ന് പറയുന്ന രാജ്യം നിരോധിച്ച, കോൺഗ്രസ് സർക്കാർ നിരോധിച്ച, UDF സർക്കാർ നിരോധിച്ച ആ സംഘടനയുടെ നേതാവും ഈ പറയുന്ന PV അൻവറും പിന്നെയോ കാരാട്ട് റസാഖ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഓടി വരും. എന്തെന്നറിയാമോ? കള്ളക്കടത്ത, സ്വർണ്ണക്കള്ളക്കടത്ത്, അതല്ലെങ്കിൽ കള്ളപ്പണം വെട്ടിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ എനിക്ക് ഓർമ്മ വരട്ടെ. ഇനി മറ്റുള്ളവർക്ക് ഓർമ്മ ഒന്നും കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ഈ ലീഗ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പതാകയോട് സാമ്യമുള്ള മതേതര മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മൗനം ഭഞ്ജിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കുറച്ച് ലെങ്ത് ഉള്ളതായിരിക്കും, കൂടുതൽ പിന്നെ സ്ലോയിലേ അദ്ദേഹം സംസാരിക്കുള്ളൂ. അപ്പൊ സ്ലോ ഉള്ളത് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ ഒരു വരി പോലും വെറുതെ വിടാനില്ല. കേട്ടു നോക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 8-10 ദിവസക്കാലമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഭരണകക്ഷിയിലെ നിലമ്പൂർ MLA PV അൻവർ രംഗത്ത് വന്നിരിക്കും. അതിനുശേഷം ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടു. അയാൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തി. ആ വെളിപ്പെടുത്തലുകളെല്ലാമായി അയാൾ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. അതിനുശേഷം അയാൾ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു. അതിനുശേഷവും വീണ്ടും അയാൾ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അയാൾ ഒരു വലിയ വിപ്ലവകാരിയാണെന്നും വലിയ പാർട്ടി സഖാവാണെന്നും പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, പാർട്ടിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെയാണ് അയാൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വിഷയത്തോടുള്ള ഇപ്പം ഞാനത് പറയുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. പോലീസ് അതിഭീകരമായിട്ടുള്ള നരനായാട്ടാണ് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ടുള്ള ശ്രീമൻ അബിൻ വർക്കിയുടെ തലതല്ലി പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പിണറായി വിജയൻ അർത്ഥഗർഭമായിട്ടുള്ള മൗനത്തിലാണ്. CPM ഈ വിഷയം അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻവർ തന്റെ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൂടി. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന തണുപ്പൻ സമീപനം സംബന്ധിച്ചിട്ടാണ്. അത് സംബന്ധിച്ച് ഇന്ന് വന്നൊരു വാർത്ത ഇങ്ങനെയാണ് പറയുന്നത്: നേതൃത്വത്തിന്റെ നിസ്സംഗതയിൽ മുസ്ലിം ലീഗിൽ അമർഷം, RSS ബന്ധം മുസ്ലിം ലീഗിൽ അമർഷം. ഇതാണ് വാർത്ത.
സർക്കാരിനെയും CPM-നെയും പ്രതിക്കൂട്ടിലാക്കി വിചാരണ ചെയ്യാൻ PV അൻവർ MLA തുറന്നുകൊടുത്ത സുവർണാവസരം ഉപയോഗപ്പെടുത്താത്ത നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗിൽ പ്രതിഷേധ സ്വരം. അൻവർ പൊട്ടിച്ച ബോംബ് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നേതൃത്വം മുന്നോട്ട് വരാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. കോൺഗ്രസ് വിഷയം ഏറ്റെടുത്ത് സർക്കാരിനെതിരെയും CPM-നെതിരെയും പോർമുഖം തുറന്നിട്ടും ലീഗ് നേതൃത്വം അറച്ചു നിൽക്കുന്നതിൽ പ്രവർത്തകരും നിരാശരാണ്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിന്റെ നിലപാടുകൾക്കെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള സുജിത് ദാസിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ PV അൻവർ തൊടുത്തുവിട്ടത്. വയനാട് ദുരന്ത സമയത്ത് മുസ്ലിം ലീഗിന്റെ ഭക്ഷണ വിതരണം തടഞ്ഞതും സംഘപരിവാർ ബന്ധവും ഉൾപ്പെടെ ADGP MR അജിത് കുമാറിനെതിരെ തെളിവുകൾ സഹിതം ഉയർന്ന ആരോപണങ്ങളിലും ലീഗ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാത്തത് എന്നതാണ് അണികളെ അതിശയപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ നേതൃത്വം മൗനികളാകുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സംഘപരിവാർ ബന്ധം പുറത്തു വന്നത് അതിഗൗരവമുള്ള വിഷയമാണെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ഉപാധ്യക്ഷൻ MK മുനീർ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസുകാരെ ഉൾപ്പെടുത്തിയതിന്റെ മുനീർ പറഞ്ഞതൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് ആ വാർത്ത പിന്നീട്. സുഹൃത്തുക്കളെ, ഞാൻ സൂചിപ്പിച്ച ഈ വിഷയം പുറത്തു വന്നിട്ട് 8-10 ദിവസമായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ ഒരു പ്രതികരണം കണ്ടത്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഈ കാരുണ്യ പ്രവർത്തനവും പൈസ പിരിച്ചതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ ആ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി കുഞ്ഞാലിക്കുട്ടിയോട് ഇത്തരം ഒരു ചോദ്യം ഉയർന്നപ്പോൾ അത് ഞങ്ങൾ കണ്ടു. വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്, അത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ ഗുരുതരമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ആട് കിടന്നിട്ട് കൂടെ പോലുമില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു വജ്രായുധമല്ലേ ഇത്? CPM-ന്റെ സമുന്നതരായിട്ടുള്ള ഒരു നേതാവ് P ശശി, മുഖ്യമന്ത്രിയുടെ ബ്ലൂ ഐഡ് ബോയ്, അയാൾക്കെതിരെ ഇത്ര അതിഭീകരമായിട്ടുള്ള ആരോപണം. പോലീസിന്റെ ഏറ്റവും അത്യുന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയന്റെ തന്നെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള MR അജിത് കുമാറിനെതിരെ കാര്യകാരണ സഹിതം വെളിപ്പെടുത്തലുകൾ. കാര്യകാരണ സഹിതം എന്ന് പറയുമ്പോൾ ആരോപണങ്ങളല്ല, ഓഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തൽ, കാര്യകാരണ സഹിതമുള്ള തെളിവുകൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഭരണകക്ഷിയിലെ ഒരു MLA തന്നെ രംഗത്ത് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഏതാണ്ട് 8-10 ദിവസമായിട്ടും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഒന്നും ചെയ്തതായി നമ്മൾ കാണുന്നില്ല. യൂത്ത് ലീഗ് പോലും രംഗത്ത് വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ UDF ഭരിക്കുന്ന സമയത്ത് ഇതിന് സമാനമായ ഒരു ആരോപണം ഒരു ഭരണകക്ഷി MLA ഉയർത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു CPM-ന്റെ പ്രതികരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്തംഭിച്ചു പോകില്ലായിരുന്നു കേരളം. എന്നാൽ ഈ വിഷയം വന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും കോൺഗ്രസ്സുകാരെന്തോ പോർമുഖം തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നു. വലിയ അനക്കമൊന്നും ഇതിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആകെപ്പാടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? യൂത്ത് കോൺഗ്രസിന്റെ കുറെ പിള്ളേരെ റോഡിൽ ഇറങ്ങുന്നു, അവരെ അടികൊണ്ട് അവരുടെ തലയെല്ലാം പൊട്ടുന്നു എന്നുള്ളതല്ലാതെ മുസ്ലിം ലീഗ് മാത്രമല്ല കോൺഗ്രസും ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അത് പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നു. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഇതിനകത്തുള്ള നിസ്സംഗമായിട്ടുള്ള സമീപനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ ഇതിന് സമാനമായി ഇതുപോലൊരു വിഷയം വരുമ്പോൾ അരയും തലയും മുറുക്കി പ്രതിപക്ഷവും മുസ്ലിം ലീഗും എല്ലാം റോഡിൽ ഇറങ്ങേണ്ടതല്ലേ സുഹൃത്തുക്കളെ? കേരളത്തെ സ്തംഭിപ്പിക്കേണ്ടതല്ലേ? എന്നാൽ ആ സ്ഥാനത്ത് മുസ്ലിം ലീഗ് ഒരു സമരവുമായി പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ സംഭവം വന്ന് 10 ദിവസം കഴിഞ്ഞു. ഒരു സമരവുമായി, ഒരു പ്രത്യക്ഷ സമരമായി പോലും മുസ്ലിം ലീഗുകാർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്തോ ഭാഗികമായി അത് വളരെ ഗുരുതരമായ ആരോപണമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതല്ലാതെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകളുമായി മുസ്ലിം ലീഗ് ഇതുവരെ റോഡിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അതങ്ങനെ ചെയ്യാത്തത് എന്നുള്ളതാണ്. അതിന്റെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനകത്ത് പ്രതിഷേധ സ്വരം എന്ന് പറഞ്ഞ് വന്നൊരു വാർത്തയാണ് ഞാനിപ്പോൾ വായിച്ചത്. ആ വാർത്തയോടൊപ്പം പ്രതികരിച്ചിരിക്കുന്നത് ഡോക്ടർ MK മുനീറാണ്. ഡോക്ടർ MK മുനീർ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട്, ഞങ്ങൾ എന്തോ സബ്മിഷൻ ഒക്കെ കൊടുത്തിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? ഇതിൽ PV അൻവർ ഇപ്പൊ ഏറ്റവും ഗൗരവമായി ഉന്നയിക്കുന്നതും കോൺഗ്രസ്സുകാർക്ക് പോലും ഉന്നയിക്കേണ്ടി വന്നതുമായിട്ടുള്ള വിഷയം എന്താ? MR അജിത് കുമാറിന്റെ സംഘപരിവാർ ബന്ധമാണ്. MR അജിത് കുമാറിന്റെ സംഘപരിവാർ ബന്ധമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പൂരം പൊളിച്ചത് MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂരം പൊളിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പൂരം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ MR അജിത് കുമാർ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ള വിവരമായി ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. എന്തുമാത്രമല്ല, പൂരം പൊളിക്കുന്ന നടപടികൾ അവിടെ ഒരു ജൂനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വരുമ്പോൾ അവിടെ ആർക്കും പ്രവേശനമില്ലാത്ത സമയത്ത് സേവാഭാരതി എന്ന് പറഞ്ഞ RSSന്റെ ഒരു സംഘടന, ആ സംഘടനയുടെ ഒരു ആംബുലൻസിൽ സുരേഷ് ഗോപിക്കൊപ്പം BJP നേതാക്കന്മാരെ അവിടെ എത്തിയെന്നാ പറയുന്നത്. ആലോചിച്ച് നോക്ക്. സാധാരണക്കാർക്ക് പോലും അവിടെ ആർക്കും പ്രവേശനമില്ല, രാഷ്ട്രീയ നേതാക്കന്മാർക്കൊന്നും പ്രവേശനമില്ല. ആ പ്രവേശനമില്ലാത്ത സമയത്ത് അർദ്ധരാത്രിയിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും ഒപ്പം മറ്റ് BJP നേതാക്കന്മാരെ അവിടെ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെറിയ കാര്യമാണോ?
വലിയ കാര്യം. യഥാർത്ഥത്തിൽ ആംബുലൻസിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. രോഗികളെ കൊണ്ടുപോകാൻ മാത്രം ഉപയോഗിക്കുന്നതല്ലേ ആംബുലൻസ്. അതവിടെ വന്നു. ഇവിടെ മയക്കുമരുന്നും പാൻപരാഗം കടത്തുന്ന ടീമിന്റെ ആംബുലൻസിന്റെ പേരാണ് മുസ്ലിം ലീഗ് പങ്കുണ്ട് എന്ന് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നു. അത് മാത്രമാണോ? അതും ശിഹാബ് തങ്ങളുടെ പേരിലൊക്കെയുള്ള യോഗത്തിൽ പാലക്കാട് പങ്കെടുത്തു എന്ന് പി വി അൻവർ തന്നെ പരസ്യമായി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞെന്താ, ദത്താത്രേയ ഹൊസബോളെ എന്ന് പറയുന്ന RSSന്റെ ഒരു ഏറ്റവും വലിയ താത്വിക ആചാര്യൻ, അയാൾ തൃശ്ശൂർ വന്നപ്പോൾ പിണറായി സർക്കാരിലെ ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള അജിത് കുമാർ ഒരു സ്വകാര്യ വാഹനത്തിൽ ചെന്ന് 1 മണിക്കൂർ ദത്താത്രേയ ഹൊസബോളയായി ചർച്ച നടത്തിയുള്ള ആരോപണമല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്. ആരാണ് ദത്താത്രേയ ഹൊസബോളെ? RSSന്റെ ഏറ്റവും വലിയ താത്വിക ആചാര്യനാണ്. അയാൾക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 3 PhD ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ന്യൂക്ലിയർ സയൻസിൽ പോലും PhD ഉള്ള ദത്താത്രേയ ഹൊസബോളെ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വിവാഹം പോലും കഴിക്കാതെ ചെറിയൊരു ഒറ്റമുറിയിൽ താമസിക്കുന്ന ആളാണ് ഹൊസബോളെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ RSSന്റെ ഏറ്റവും വലിയ താത്വിക ആചാര്യനാണ് ദത്താത്രേയ ഹൊസബോളെ. ആ ഹൊസബോളയെ പിണറായി വിജയന്റെ പോലീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ, പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അയാളെ പോയി കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തി എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണം പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുറത്തു വന്ന വേറൊരു ആരോപണം എന്താ, വയനാട്ടിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മുസ്ലിം ലീഗുകാരുടെ ഈ വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റുകാരെ അവിടെ നടത്തുമ്പോൾ അയാളെ തടഞ്ഞത് ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അയാളുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള ആരോപണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ആരോപണം വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചപ്പോൾ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ആ സന്ദർശന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാറാണെന്നുള്ള ആരോപണം വന്നിട്ടുണ്ട്. അപ്പൊ MR അജിത് കുമാറിന് സംഘപരിവാറുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം സംബന്ധിച്ച് കൃത്യമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു വിധത്തിലുള്ള സമരങ്ങളുമായി ഇറങ്ങി വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയമല്ലേ സുഹൃത്തുക്കളെ? മുസ്ലിം പൂർണ്ണമായി തകർക്കുന്ന ഒരു നിലപാടല്ലേ? എന്താണ് അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം? അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും P ശശിയും തമ്മിലുള്ള തുക്കൽ കൂടി ബന്ധമാണത്. P ശശിയെ മറക്കാൻ പറ്റുമോ കുഞ്ഞാലിക്കുട്ടിക്ക്? P ശശി ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാരാ? പിണറായി വിജയനും P ശശിയും കൂടെ ചേർന്നിട്ടല്ലേ? 87-91 കാലഘട്ടത്തിലെ നയനാർ സർക്കാരിന്റെ കാലത്ത് PK കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് അന്ന് നയനാറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശി ആയിരുന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ല. എന്നാൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ വിവാദത്തിന്റെ പ്രഭവ കേന്ദ്രം P ശശിയാണ്. സ്വാഭാവികമായും കുഞ്ഞാലിക്കുട്ടിക്ക് P ശശിക്കെതിരെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം തന്നെ രക്ഷപ്പെടുത്തിയത്, തന്നെ ശ്രീപീഡന കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് P ശശി. പക്ഷെ കുഞ്ഞാലിക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ തോളിൽ കയറിയിരുന്നുകൊണ്ട് അവരുടെ ചങ്ക് കരണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം ADGP അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ട്, അയാളുടെ ക്രിമിനൽ ബന്ധത്തെ കുറിച്ച് ഉയർന്നു വന്നിട്ട്, അയാളുടെ സംഘപരിവാർ ബന്ധത്തെ കുറിച്ച് ഉയർന്നു വന്നിട്ട് പോലും മുസ്ലിം ലീഗിനെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നിലപാടിനെതിരെ മുസ്ലിം ലീഗിന്റെ അണികൾ ശബ്ദമുയർത്തില്ല സുഹൃത്തുക്കളെ? അതുകൊണ്ട് എന്റെ ഈ വീഡിയോയിലൂടെ ഞാൻ എന്റെ പ്രേക്ഷകരെ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ അണികളോടുകൂടി ഞാൻ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സമര പോരാട്ടങ്ങളുമായി രംഗത്തിറങ്ങിയില്ലെങ്കിൽ അധോഗതിയായിരിക്കും നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാവുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ സമീപനത്തെ കുറിച്ച്. നോക്കൂ, ഇനി സംഭവിക്കാൻ പോകുന്ന ചെറിയൊരു സംഭവം എന്താണെന്നറിയാമോ? ഈ PV അൻവറിനെ കുറിച്ച് നിലമ്പൂരിലെ സഖാക്കന്മാരോട് തന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാം. ഞാനൊരു നിലമ്പൂരുകാരനാണ്, ഞാനൊരു സഖാക്കളുടെ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും എനിക്ക് എന്റെ ബന്ധുജനങ്ങളോട് പോലും സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടും അറിയാൻ പറ്റാറുണ്ട്. ഈ PV അൻവർ എന്ന് പറയുന്ന മുൻപ് ഗുണ്ടയായിരുന്ന പക്കാ ഒരു സാധാ ഒരു കൂലിത്തല്ലുകാരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചാലും വേണ്ടില്ല, എല്ലാവിധ ഗുണ്ട ആക്ടിവിറ്റീസിലും പങ്കാളിത്തം ഉണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു ഏതോ ഒരു കൊലപാതക കേസിലൊക്കെ ഇയാളുടെ പേര് വലിച്ച് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ പ്രതിപട്ടികയിൽ വരികയോ പിന്നെ സാക്ഷിമൊഴികൾ ഇല്ലാത്ത തെളിവിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇയാൾ രക്ഷപ്പെട്ടതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്രിമിനൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് ഇയാളുടെ ചരിത്രം അന്വേഷിച്ചാൽ എത്തുക എന്ന് ഒരുപാട് സഖാക്കന്മാർ എന്റെ അടുത്ത് പറയാറുണ്ട്. അത്തരത്തിലുള്ള ഈ വ്യക്തിക്ക് എന്തായാലും അടുത്ത തവണ നിലമ്പൂർ MLA ആയിട്ട് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്നില്ല. അതുകൊണ്ട് തന്നെ KT ജലീൽ അടക്കമുള്ള PV അൻവർ അടക്കമുള്ള കാരാട്ട് റസാഖ്മാരടക്കമുള്ള ഈ ജിഹാദികൾ, കാരണം ഇവനൊക്കെ പത്രസമ്മേളനത്തിൽ പച്ചയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ PV അൻവർ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മഹോന്നതനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതാ മഹോന്നതൻ? 6 വയസ്സുകാരിയെ ഡിങ്കു ആ ചങ്ങാതിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വിശ്വാസം അതിരാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വലിയ സഖാവുമാണ്, മതേതര
സഖാവാണ്, പക്ഷെ ഞമ്മന്റെ മതേതര മഹോന്നതന്റെ വിശ്വാസമാണ്. അത്തരത്തിലൊക്കെ സംസാരിക്കുന്ന ഈ ചങ്ങാതിയും ഈ കാരാട്ട് റസാഖും ജലീലും ഒക്കെ അടക്കമുള്ളവർ അടുത്ത തവണ ലീഗിന്റെ ആ ഒരു സപ്പോർട്ടോടുകൂടി UDF-ലേക്ക് ചേക്കേറി കഴിഞ്ഞ് വീണ്ടും MLA-മാരായി മന്ത്രിമാരായി വന്ന് ഇവിടെ കട്ടിംഗ് സൗത്ത് എന്ന് നമ്മൾ കുറെ നാളായി കേട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ കട്ടിംഗ് മലബാർ എന്ന് പറയുന്ന പുതിയൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലേക്ക് തന്നെയാണ് ഈ കേരളത്തിന്റെ ഈ മലബാർ ഭാഗത്തെ പ്രവർത്തനങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ കാഫിറുകളായിട്ടുള്ള അതല്ലെങ്കിൽ മണ്ടൻ മലയാളികളിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടിമ കമ്മികളും അടിമ കൊങ്ങികളുമായി ജീവിക്കുന്നിടത്തോളം കാലം അത് എല്ലാം സാധ്യമാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അഡ്വക്കേറ്റ് KM ഷാജഹാൻ ചില നേരത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു RSS വിരുദ്ധത BJP വിരുദ്ധതയൊക്കെ അറിയാതെ അങ്ങോട്ട് പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറി ആ പൊസിഷനിലും അവരുടെ ആ സ്റ്റാഫിലും ഒക്കെ ആയിരുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ കമ്മിസം ഇടയ്ക്ക് ഇങ്ങോട്ട് പുറത്തിയാടുകയാണ്. അതല്ലെങ്കിൽ ലീഗ് ഈ മൂരി ലീഗുകാരെ ഇങ്ങോട്ട് പ്രകോപിപ്പിച്ചിട്ടെങ്കിലും രംഗത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള സൈക്ലോണിക്കൽ മൂവ്മെന്റും ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും അഡ്വക്കേറ്റ് KM ഷാജഹാൻ സർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില്ലറ കാര്യങ്ങളല്ല, ഇത് പ്രാധാന്യമുള്ളതാണ്. കാരണം പിണറായി വിജയനും ഈ P ശശിയും അടക്കമുള്ള ആളുകളാണ് ഈ കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം നുണഞ്ഞു നടഞ്ഞ് പീഡനം നടത്തിയില്ലേ, ഞമ്മന്റെ ഇരയുടെ പേരൊന്നും പറയുന്നില്ല, എന്നിട്ട് ആ പീഡനം നടത്തപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടിയെ ഗൾഫിലേക്ക് കൊണ്ടുപോയി കോടികൾ കൊടുത്ത് ഒതുക്കിയില്ലേ, മന്ത്രി പട്ടവും MLA പട്ടവും ഒന്നും പോവാതെ MP പട്ടവും ഒന്നും പോവാതെ കാത്തു രക്ഷിച്ച് ഇന്നും കുഞ്ഞാലിക്കുട്ടി ആയി നടക്കുന്നത്. അങ്ങനെ ഈ മണ്ടൻ മലയാളിയുടെ മുന്നിൽ വലിയ ദീനിയുള്ള മനുഷ്യരായി നടക്കുന്നതിന് പിണറായി വിജയനും ഈ P ശശിയും മാത്രമാണ് കാരണം എന്നുള്ളത് ചരിത്രമാണ്. പഠിക്കേണ്ടവർ പഠിക്കുക. ആ കേസ് അട്ടിമറിച്ച് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് അയാൾ ഇന്നും നമ്മന്റെ മുൻപില് ഇങ്ങനെ വിളക്ക ചിരിച്ചുകൊണ്ട് പീഡകനായിരുന്ന ആ ചങ്ങാതി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ രക്ഷിച്ചതിന്റെ ആ ഒരു ഉപകാര സ്മരണ ഉണ്ടല്ലോ, ആ ഉപകാര സ്മരണ ഉള്ളിടത്തോളം കാലം എങ്ങനെയാണ് ഇയാൾ പിണറായി വിജയനോടും P ശശിക്കെതിരെയും ഒക്കെ അജിത് കുമാറിനെതിരെയും ഒക്കെ ശബ്ദിക്കുക? ഇന്നിപ്പോൾ പിണറായി വിജയന്റെ എല്ലാ കാര്യങ്ങൾക്കും മീഡിയേറ്ററായി RSS-ന്റെയും BJP-യുടെയും ഇടയിൽ പ്രവർത്തിച്ച ADGP അജിത് കുമാറാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്, അതൊക്കെ ഞമ്മന്റെ പിണറായി തമ്പുരാനാണ് എന്ന രീതിയിലൊക്കെ ആണ് ഇവിടുത്തെ വാർത്തകളും അതല്ലെങ്കിൽ ഇവിടുത്തെ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാറിന്റെ ഈ വാക്കുകൾ പ്രസക്തിയുള്ളതാണ്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇത്തരത്തിൽ നമ്മൾ പല വ്യക്തികളുടെയും ഓഡിയോ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇത്തരത്തിലുള്ള ആളുകളുടെ ഓഡിയോ അതല്ലെങ്കിൽ അവരുടെ വാക്കുകൾ അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. അത് മാക്സിമം ആളുകളിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് നമ്മൾ ആ ഓഡിയോ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ഒരു സഹോദര ചാനലിന്റെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം കൂടി കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.